സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് കാണാനിടയേണ്ട ഒരു കാര്യമാണ് വക്കീലുമാർക്കിടയിലുള്ള ഒരു പ്രശ്നം. അതായത് മുന്തിയ ഒരു അഭിഭാഷകൻ തൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നൊരു യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ ഫേസിൽ അവരടിച്ചിട്ട് തറയിലിട്ട് അടിക്കുകയൊക്കെ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ആ വഴി പാസ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു ആൾക്കൂട്ടം അവിടെ കണ്ടു, എല്ലാ വക്കീലുമാരും അവിടെ നിൽക്കുന്നത് കണ്ടു. പക്ഷേ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായി. പിന്നീട് ന്യൂസ് കണ്ടപ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലായത്. നമുക്കറിയാം, ഈ തൊഴിലിടങ്ങളിൽ പല തന്തയ്ക്ക് മുൻപുണ്ടായമാരുടെ പ്രവൃത്തി കാരണം അനുഭവിക്കുന്നത് ഒരുപാട് പാവങ്ങളാണ്. ഇതിനു മുൻപ് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിലും, അത് ബാങ്കിങ് ആയിക്കോട്ടെ, ഏതൊരു മേഖല ആയിക്കോട്ടെ, ബാങ്കിങ്ങിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടെയും ഈ പറയുന്ന തന്തയില്ലായ്മ കാണിക്കുന്നവന്മാരുണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിക്കുന്നവന്മാരുണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ തിരിച്ച് മറുപടി കൊടുത്തിട്ട് തന്നെ ഇറങ്ങിയത്. അപ്പം അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ നമുക്കറിയാം, തൊഴിലിടങ്ങളിൽ പലരും അനുഭവിക്കുന്ന വിഷമം, നമ്മളുടെ ഒരു ഒന്നുമില്ലായ്മയാണ് ഈ മറ്റുള്ളവരുടെ മുതലെടുപ്പ് എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ജോലി വേണം, ആ ജോലിയിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റണം, ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ ഓരോരുത്തരും ഒരു ജോലിക്ക് പോകുന്നത്. അവിടെ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അവന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവന്മാരുടെ തന്തയില്ലായ്മയ്ക്ക് നമ്മൾ വഴങ്ങേണ്ടി വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ. അവന്മാർ കാണിക്കുന്ന പാർഷ്വാലിറ്റിയും അവന്മാർ കാണിക്കുന്ന അവന്മാരുടെ ധാർഷ്ട്യവും ഇതൊക്കെ നമ്മൾ എന്തിനാണ് അംഗീകരിക്കുന്നത്? അവന്മാരാര്? ഒരു മനുഷ്യൻ തന്നെ ലിവനും ഇങ്ങനെയൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തന്തയ്ക്ക് വിളിച്ചിട്ട് ഇറങ്ങി വേറെ പണിക്ക് പോവുക, അതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ വക്കീലിൻ്റെ അടുത്ത് സംഭവിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ, ആ വക്കീലിൻ്റെ ഉയർന്ന വക്കീൽ, അല്ലെങ്കിൽ ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആരുടെ അണ്ടറിലാണോ പ്രാക്ടീസ് ചെയ്യുന്നത്, അവൻ്റെ കയ്യിൽ നിന്ന് മർദ്ദനമേൽക്കുകയാണ് ചെയ്തത്. അതും വെറും മർദ്ദനമല്ല, ഒരടിയൊന്നുമല്ല. ഒരടി ഒരാളെയും മർദ്ദിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ. സ്ത്രീയെ മർദ്ദിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് കേസ് പോകും. എന്നിട്ടും അത് പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് ചെയ്തതെന്ന് അറിയുമ്പോൾ അവന് വലിയ പിടിപാടുള്ളവനാണെന്നുള്ളൊരു കാര്യം നമുക്കിവിടെ വ്യക്തമാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാവുകയും ആ യുവതിയുടെ മുഖം ഇപ്പോഴും നീര് വെച്ചും ഈ സൈഡിലെല്ലാം കരിനീരിച്ചൊക്കെ കിടക്കുകയാണ്. ഒരു വാർത്ത ഞാൻ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. വഞ്ചൂർ കോടതി പരിസരത്തുള്ള അഭിഭാഷകന്റെ ഓഫീസിൽ വെച്ചാണ് സീനിയർ അഭിഭാഷകനായ ബേലൻ ദാസ് എന്ന് പറയുന്ന അഭിഭാഷകൻ ഈ ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലി എന്ന അഭിഭാഷകയെ മർദ്ദിച്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവരുടെ മുഖത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ നമുക്കത് ദൃശ്യങ്ങളിലേക്ക് കാണാം. വളരെ ക്രൂരമായ ഒരു മർദ്ദനം. ഒരു മനുഷ്യൻ ഒരാളെ അടിക്കാൻ ഇങ്ങനെ പറ്റുമോ എന്നതറിയില്ല. അത്ര ഗുരുതരമായ പരിക്ക് ഈ അഭിഭാഷകയുടെ മുഖത്തുണ്ട്. എന്റെ സീനിയർ അഡ്വക്കേറ്റ് ബേലൻ ദാസ് ആണ് എന്നോട് ഇങ്ങനെ ചെയ്തത്. കാരണം ഓഫീസിൽ ഇന്റേണൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി പ്രൊഫഷണൽ ഈഗോ ആകാം. ഇപ്പോൾ ഒരു ജൂനിയർ വന്നിട്ടുണ്ട്. സാറിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ജൂനിയറാണ്. അവർക്ക് വന്നപ്പോൾ എന്നോട് തോന്നിയ ഈഗോ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വരെയും ഞങ്ങൾ തമ്മിൽ ഒരു വിഷയം അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിന്റെ ബേസിസിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് സാറിനെ വിളിച്ച് പറയുകയും അതിന്റെ ബേസിസിൽ എന്നെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. കോടതി കഴിഞ്ഞ് വന്ന് എനിക്ക് സാറിനോട് സംസാരിക്കണം, ക്യാബിനിലും മാന്യമായിട്ട് ക്യാബിനിൽ പോയിട്ട് വേറെ ആരെയും ഉൾപ്പെടുത്താതെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാ എന്നെ വലിച്ചു തിരിച്ചിട്ട് അടിച്ചപ്പോൾ ഞാൻ നിലത്ത് വീണു. വീണ്ടും അടിച്ചു. രണ്ടോ മൂന്നോ തവണ അടി. പിന്നെ എനിക്ക് തല ഇറങ്ങി. പിന്നെ എനിക്ക് ഓർമ്മയില്ല. കണ്ടില്ലേ, അവൻ്റെ അതിക്രൂരമായിട്ടുള്ള ഈ പിറപ്പുകേടിന് ഇരയായത് ആ പാവം പെൺകുട്ടിയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ പലയിടങ്ങളിലും പലരും അനുഭവിച്ചിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ ബോസ് എന്ന് പറയുന്നത് കാണിക്കുന്ന എന്ത് തന്തയില്ലായ്മയും കൊള്ളരുതായ്മയും നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളുടെ അവസ്ഥ അതാണ്. നമ്മളൊരു 10 രൂപയെങ്കിൽ 10 രൂപ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പണിക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അവസ്ഥയെ ചൂഷണം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ പലവന്മാരും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവന്മാർ ഇരിക്കുന്നത്. യുവമാർക്കുള്ള തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അത് വേണ്ട രീതിയിൽ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ അഭിഭാഷകൻ ആരോ പറഞ്ഞത് കേട്ടിട്ട് ഇതിനെപ്പറ്റി ചോദിക്കണമല്ല, ഇതിനെപ്പറ്റി സംസാരിക്കണം നീ കുട്ടി പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അവൻ അവിടെ ഇട്ട ആ പെൺകുട്ടിയെ തല്ലുകയാണ് ചെയ്തത്. അതും വെറും തല്ലലൊന്നുമല്ല, അതിക്രൂരമായിട്ടാണ് തല്ലിയിരിക്കുന്നത്. ആ മുഖം കാണുമ്പോഴേ അറിയാം. ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇവന്റെ ഈ തന്തയ്ക്ക് മുൻപുണ്ടായ പ്രവൃത്തിക്ക് മറുപടി കൊടുക്കാൻ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? അവനൊരു വക്കീലാണ്, അവന് നിയമം അറിയാം, അല്ലെങ്കിൽ അവന്റെ കൂടെ പിടിപാടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇന്നലെ നടന്നൊരു സംഭവമാണ്. എന്നിട്ട് ഇതുവരെയും അവനെ പിടിക്കാനായിട്ട് നമ്മുടെ പോലീസിനോ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്ക് സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം പറയുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ നിങ്ങളോട് ഞങ്ങൾക്ക്. നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയോടും നമ്മുടെ പോലീസുകാരോടും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സർക്കാരിനോടും. ഒബിച്ചമ്മണ്ണൂർ എന്തോ ഒന്ന് പറഞ്ഞു എന്ന പേരും പറഞ്ഞുകൊണ്ട് നമ്മുടെ സർക്കാർ എല്ലാവർക്കും തുല്യ നീതി കൊടുക്കുന്ന ഓടിപ്പിടിച്ച് പോയി കാണിച്ച പരിപാടിയൊന്നും ഈ പറഞ്ഞ കാര്യത്തിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇതും തലസ്ഥാനത്തിന്റെ നെറുകയിൽ, അതും നമ്മുടെ സെക്രട്ടറിയേറ്റ് ഇരിക്കുന്നിടത്തു നിന്ന് കുറച്ച് ദൂരം പോയാൽ വഞ്ചൂർ കോടതിയായി. അതും അത്രയും വലിയൊരു കോടതിയിൽ നടന്നൊരു സംഭവമായിട്ടും അതിനെ ഇതുവരെയും ചോദിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനോ നമ്മുടെ സർക്കാരിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അവന്റെ പിടിപാട് എത്രത്തോളം ഉണ്ടെന്നുള്ളതും നമ്മുടെ സർക്കാരിന്റെ ഇരട്ട നീതി എന്താണെന്നുള്ളത് വീണ്ടും അത് വിളിച്ചോതുകയാണ്. ഈ ഒരു പെൺകുട്ടിക്കാണ് സംഭവിച്ചത്. ഹണിറോസ് മാത്രമല്ല കേരളത്തിൽ പെൺകുട്ടിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ലോകത്ത് പെൺകുട്ടിയായിട്ടുള്ളത്. ഇതും പെൺകുട്ടി
പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് അതിക്രമമാണ് ഏറ്റത്. അത് അണിറോസിന്റെ ഒരു പരാമർശമാണ് നടന്നെങ്കിൽ ഈ പെൺകുട്ടിയെ കൈവെക്കുകയാണ് ചെയ്തത്. ഇത് തെളിവ് സഹിതം കണ്ടിട്ടും ആ പെൺകുട്ടിയുടെ അവസ്ഥ, ആ പെൺകുട്ടി അതും വെച്ചുകൊണ്ട് ഇന്നലെ എല്ലായിട്ട് മാധ്യമങ്ങളുടെ മുന്നിലും പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിലൊക്കെ മാറി നടക്കുകയാണ്. എന്നിട്ട് പോലും അവനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ദിവസമായിട്ട് അവൻ ഒളിവിലാണെന്നാണ് പറയുന്നത്. അവനെ തൊട്ടുപോലും നോക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. പെൺകുട്ടി പറയുന്നത് അവന് ഒരുപാട് ആളുകളുമായിട്ട് നല്ല പിടിപാടുണ്ട്, അതുകൊണ്ട് തന്നെ അവനെ ആരും പിടിക്കില്ല, അല്ലെ അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവൻ ഊരി പോകുന്നതാണ് പെൺകുട്ടി പറയുന്നത്. പുച്ഛം മാത്രമേ ഉള്ളൂ. ലജ്ജാവഹം എന്ന് പറഞ്ഞാൽ ലജ്ജാവഹം. കാരണം നമ്മുടെ സർക്കാരിന്റെ ഈ ഒരു നിലപാട് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന നിലപാട് പോലെയല്ല ഈ ഒരു കാര്യത്തിൽ. പെൺകുട്ടികൾക്കെതിരെ എന്ത് അക്രമം ഉണ്ടായാലും അതിന് വേണ്ട രീതിയിൽ നിലപാട് കൈക്കൊള്ളേണ്ട സർക്കാർ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊരിപ്പിടിച്ച വടിവാളിന്റെ അടിയിൽ കൂടെ പോയതൊന്നും വലിയ കഥയൊന്നുമല്ല സർക്കാരെ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പൊതുജനങ്ങളുടെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. അത് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. അത് നിങ്ങളുടെ ഉച്ചിയിൽ വന്നിരുന്ന ഒരുത്ത ഈ തന്തയില്ലായ്മ കാണിച്ചിട്ട് അവനെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കഴിവുകേട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതിനുശേഷം ആ പെൺകുട്ടി പറയുന്ന ബാക്കി കാര്യങ്ങളുണ്ട്, അതുകൂടെ ഞാൻ പ്ലേ ചെയ്യാം. നാളെ മുതൽ ഓഫീസിൽ വരണ്ട, നമ്മളൊക്കെ ഒരു അടിമകളെ പോലെ എല്ലാം സാറ് പറയുന്ന എല്ലാം കേട്ടിരുന്ന കുഴപ്പമില്ല. അസോസിയേഷനിൽ ഞാൻ നേരിട്ട് പോയില്ല. ഓഫീസിൽ അസോസിയേഷന്റെ സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അസോസിയേഷനിൽ നിന്ന് മാനേജിംഗ് കമ്മിറ്റി ആൾക്കാർ അവരൊക്കെ വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകൾ കണ്ടു നിൽക്കുകയാണ്. അതെ 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 അതെ. ഇല്ല ഇല്ല ഇല്ല, ആരും തടയാനായിട്ട്. അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവരാരും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്നെ മുമ്പ് തല്ലിയിട്ടുണ്ട്, പക്ഷെ വേറെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ എന്ന് മുമ്പ് ഇതുപോലെ എന്റെ ഭാഗം ഇപ്പൊ കേസിന്റെ കാര്യം ഇപ്പൊ ഫൈനൽ റിപ്പോർട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനെന്താ ഇതുവരെ കോപ്പി ആപ്ലിക്കേഷൻ ഇടാത്തെന്നൊക്കെ പറഞ്ഞ് ഫയൽസ് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയും, മുഖത്തൂടെ വലിച്ചെറിയും. അപ്പോ എനിക്ക് മാത്രമല്ല, ഇതൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഓഫീസിൽ 2-3 അതിലും കൂടുതൽ പ്രാവശ്യം ഞാൻ മാത്രമല്ല ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ക്ലർക്ക് ഉൾപ്പെടെ ആനന്ദേട്ടൻ 2-3 തവണ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുമ്പോ വീണ്ടും എല്ലാവരുടെ മുന്നിൽ വെച്ച് സോറി പറയാം. ഒരു മനുഷ്യനെ താഴാൻ പറ്റുന്നതിന്റെ അത്രയും താഴ്ന്ന് വിളിക്കും. എത്ര കാലമായിട്ട് ഈ അപേക്ഷ കൊടുത്തത് ശാമിലി ഉണ്ട്? എത്ര കാലമായി വർക്ക് ചെയ്യുന്നു ഈ അപേക്ഷയോടൊപ്പം? 3 വർഷമായിട്ട് ഞാൻ എൻറോൾ. കണ്ടില്ലേ അവൻ കാണിക്കുന്ന തന്തയില്ലായ്മയെ പെൺകുട്ടി പറയുമ്പോഴും അവന് പൂർണ്ണ സംരക്ഷണം കിട്ടുമെന്നുള്ളൊരു കാര്യം അവനറിയാം. ഇതിനു മുൻപ് ഈ സംഭവം ഉണ്ടായിട്ട് പെൺകുട്ടി പ്രതികരിച്ചില്ല. കാരണം അവൻ അത്രയും അധികം താഴ്ന്ന് അവരോട് സംസാരിക്കും, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആ പെൺകുട്ടി പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടും അവന് കിട്ടുന്ന സംരക്ഷണം അല്ലെങ്കിൽ അവന് കിട്ടുന്ന പരിഗണന എന്താണെന്നുള്ള അവന് നന്നായിട്ട് അറിയാം. ഉയർന്ന അഭിഭാഷകനാണെന്നുള്ളത് നമുക്കറിയാം, സീനിയർ അഭിഭാഷകനാണ്. അതുകൊണ്ട് തന്നെയും തന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം അടിമകളാണെന്നുള്ളൊരു വിചാരം, ധാർഷ്ട്യം എന്നുള്ളതൊക്കെ അവന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവനെ ഇതുവരെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മുടെ പോലീസിന്റെ ഒരു കഴിവുകേട് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വലിയ ശുഷ്കാന്തി കാണിക്കുന്ന പോലീസേ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്നില്ല? ഒരു സ്ത്രീയുടെ മേലുണ്ടായ അതിക്രമത്തിന് അല്ലെങ്കിൽ ആ സ്ത്രീക്കുണ്ടായ ദുരനുഭവത്തിന് നിങ്ങൾ എന്ത് പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്? ഒരു കോപ്പ് നിങ്ങൾ കൽപ്പിക്കുന്നില്ല. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് പണിയെടുക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. PR വർക്കാണ് നിങ്ങളും ചെയ്യുന്നത്. എന്തെങ്കിലും മുന്തിയ ആളുകൾ പറയുന്നത് കേട്ടിട്ട് ഒന്നുമില്ലാത്ത ആളുകളെ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ആളുകളെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. വേടന്റെ കാര്യത്തെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു പ്രഹസനമൊന്നും ഈ പറയുന്ന തന്തയില്ലായ്മ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനെതിരെ നിങ്ങൾ കാണിക്കാത്തത് എന്തേ? കാണിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ അറിയാം. ഈ ലോ പഠിച്ച ആളുകൾക്ക് പോലും ഈ ഒരു സംരക്ഷണം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ തന്നെ പറ്റും അല്ലേ? എന്തോ ഒരു കഷ്ടമാണല്ലേ. ഇത്രയും കാര്യങ്ങൾ നടന്നു തെളിവ് സഹിതം കാണിച്ചു കൊടുത്തിട്ടും അതിനെ പിടിക്കാനായിട്ട് പോലീസിനോ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്കോ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ വളരെ പുച്ഛം മാത്രമേ ഉള്ളൂ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയോട്. എനിക്കും കേരളത്തിലുള്ള ജനതയ്ക്കും കഷ്ടം തന്നെ.